7 ആളുകൾ പുറപ്പെട്ടിട്ടുള്ളത്. മറ്റ് പലരും പല രീതിയിൽ ഇവിടേക്ക് എത്തിപ്പെട്ടിരിക്കും. ഏതായിരുന്നാലും ഇതൊരു വലിയ ചരിത്ര സംഭവമാകും എന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അല്ലാഹു തആല ഇതിന് പങ്കെടുത്ത എല്ലാവർക്കും ഇതൊരു പുണ്യകർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ വൈത്തല സാഹിബ് അത്യപൂർവമായിട്ടാണ് പാൻറ് ധരിക്കാറ്. അദ്ദേഹത്തിന് കൂടുതൽ ആഹ്ലാദം ഉണ്ടാവുന്ന സമയത്താണ് അദ്ദേഹം പാൻറ് ധരിക്കാറ്. ഇന്ന് അദ്ദേഹം പാൻറ് ധരിച്ചാണ് സമ്മേളന നഗരിയിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സമസ്ത കൊടിയത്തൂർ കോർഡിനേഷന്റെ കീഴിൽ സംഘടിപ്പിച്ച ബസ്സിൽ അതിന്റെ നേതാക്കളായ ഹുസൈൻ ബാക്കവി, വീരാൻകുട്ടി, അതുപോലെ വൈപ്പി തുടങ്ങിയ ആളുകളൊക്കെ തന്നെ സ്വന്തം വാഹനത്തിൽ പോകാൻ സാധ്യമായിട്ടും അതൊന്നും പോകാതെ ഞങ്ങളുടെ കൂടെ എല്ലാ കഷ്ടത്തിലും നഷ്ടത്തിലും പങ്കാളികളായിക്കൊണ്ട് എല്ലാ സഹിച്ചുകൊണ്ട് ബസ്സിലെ സീറ്റ് പോലും നോക്കാതെ അവർ കഷ്ടപ്പെട്ട് ഞങ്ങൾ നേതൃത്വം നൽകിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സ് നൽകുമാറാട്ടെ. ഈ പരിപാടി കാണുമ്പോൾ ഇവിടുത്തെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് മറ്റെവിടെയും ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് ഏറ്റവും ഭംഗിയാകും എന്നുള്ളത്, അതുപോലെ തന്നെ 2026 എന്താകുമെന്നുള്ളത് പറയാൻ സാധ്യതയാണ്. ഓക്കെ, ഇപ്പൊ ഞങ്ങള് സമ്മേളന ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പം ബസ് പാർക്ക് ചെയ്ത സ്ഥലത്താണ് അപ്പൊ ഞങ്ങളുള്ളത്. സമ്മേളന ഗ്രൗണ്ട് കുറച്ചപ്പുറത്താണ്. അപ്പം നമ്മൾ ഒന്നുകൂടി നമ്മൾ ഉറപ്പിച്ച് പറയുന്നു, കോഴിക്കോട് ബീച്ച് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ഗ്രൗണ്ടിലാണ് സമസ്തയുടെ 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം നടക്കുന്നത്. നമ്മുടെ അമ്പലക്കണ്ടി സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവർ, നമ്മൾ പല സമ്മേളനങ്ങളും സംസ്ഥയുടെ കണ്ടിട്ടുണ്ട്. ഇത്രയും വലിയൊരു ഇപ്പോൾ നേരെ 10 സമയത്ത് തന്നെ ഈ ഗ്രൗണ്ട് ബസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ നമ്മളെ കേരളത്തിലുള്ള മിക്കവാറും മഹലിലെ എല്ലാം 1-2 ബസ്സുകൾ വീതം ഇവിടെ ഈ ഗ്രൗണ്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും എല്ലാവരും പ്രത്യേകം ദ്വാരക്കും നമ്മൾ നല്ലവർക്ക് ഈ സമ്മേളനം പര്യവസാനിക്കും. ഈ സമ്മേളനത്തിൽ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലൊരു ഇജ്ജത്ത്, ഒരു നല്ലൊരു ഗുണം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേരള മുസ്ലിങ്ങളുടെ ആധികാരിക മത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണെന്ന് ഒന്നും കൂടി ഉറപ്പിക്കുന്നതാണ് ബാംഗ്ലൂരിൽ നടക്കുന്ന ഈ സമ്മേളനം. ഏതാണെങ്കിലും സമ്മേളനം വമ്പിച്ച വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും കാണുന്നു.